തൃപ്പൂണിത്തുറയിലെ പടക്ക ദുരന്തത്തിന്റെ ഏറ്റവും ദുഃഖകരമായ ചില കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ദുരന്തമുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള മണി എന്ന ചേച്ചിയുടെ വീടാണ്. ചേച്ചിയും നമുക്കൊപ്പം ഉണ്ട്. വീട്ടിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചേച്ചി കാണിച്ചു തരും. അലമാരി തുറന്നു പോന്നു, മൊത്തം അങ്ങോട്ട് തുറന്നു പോന്നു. ലോക്കൊക്കെ പോയി എല്ലാം ഇതായിട്ട്. ഈ വീട്ടിൽ ഇനി എന്തെങ്കിലും ശേഷിക്കണത് ഒന്നുമില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ശേഷിക്കുന്നത്. ഞാൻ എൻ്റെ ഭർത്താവ് മാത്രമേ ഇപ്പോൾ ഇവിടെ ശേഷിക്കുന്നതായിട്ടുള്ളൂ. ഈ മുറിയും ഈ ഡോറാണ്, ഈ വാതിലിൻ്റെ ഡോറാണ് ഈ തെറിച്ച് വീണ് കിടന്നത്. ഇതേ ലെവലിൽ തെറിച്ച് വീണ് കിടന്നതാണ് ഇവിടെ. ആ ജനലുകളെല്ലാം മൊത്തം പോയി. ഇവിടെ അതിൻ്റെ അലമാരിയുടെ ചില്ലായി സർവ്വതും നശിച്ചു. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വിഷമിക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഈ വീട് നന്നാക്കിയെടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഉണ്ടോ ചേച്ചി? ഇല്ല, ഇത് കണ്ടോ, നോക്കൂ. റൂഫ് ചെയ്യാതെ ഞങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെ ചെയ്താലും ഇതിനകത്ത് കയറി കിടക്കാൻ പറ്റില്ല. മഴ പെയ്യണം മുഴുവൻ ഞങ്ങളുടെ അകത്തായിരിക്കും. മൊത്തം ചിന്നലാണ് ഈ പെരയുടെ ഉള്ളിൽ. റൂഫ് മൊത്തം ചിന്നൽ വീണേക്കുന്നതാണ്. അത് നേരത്തെ തന്നെ ചിന്നൽ വീണ, എന്നിട്ടാണ് അത് ചെയ്തത്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭർത്താവിനും ഭർത്താവ് സാധാരണ പുള്ളി പോകണ്ട, സാധാരണ ചായ കുടിക്കഴിഞ്ഞ് പുള്ളി ഇവിടെ വന്നെടുക്കും. ഗുളിക കണ്ടില്ലേ, കുറേ ഗുളിക കണ്ട് കഴിക്കുക. ആ ഗുളിക കഴിച്ച് കഴിയുമ്പോഴേക്കും മയക്കം വരും. മയക്കം വന്നു കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇവിടെ കിടക്കും, അല്ലെങ്കിൽ ഒരു കസേര അവിടെ വീട് കിടക്കണ്ട, ആ കസേരയിൽ പോയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ കിടക്കും. ഇതാണ് പുള്ളി പതിവ്. ഭക്ഷണം ഒന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നാൽ നീ അലക്കി കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അവിടെ വന്നിരുന്നു. അപ്പോൾ അതും പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അല്ലെങ്കിൽ ഇവിടെ കിടക്കുമായിരുന്നു. ആ ചില്ല് മുഴുവൻ പുള്ളിയുടെ മേത്തോ അല്ലെങ്കിൽ ആ കസേര തെറിച്ചു പോയി. ആ കസേരയിൽ ഇരുന്നോ പുള്ളി തെറിച്ച് വീണിതായേനെ. അത്ര ഇതായി പോയിരുന്നതിന് ഇന്നലെ ഞങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ ഈ വീടിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഈ ചിന്നിച്ചിതറി കിടക്കുന്ന കാഴ്ചയാണ്. അത് ചില്ല് മാത്രമല്ല, ഈ വീടിനൊരു അടച്ചുറപ്പുള്ളൊരു വാതിലോ ജനലോ ഒന്നുമില്ല. എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് പറയാം. വീടൊക്കെ എങ്ങനെ നന്നാക്കി എടുക്കാൻ കഴിയുമെന്നൊരു വലിയ ആശങ്കയിൽ തന്നെയാണ് മണിച്ചേച്ചിയുള്ളത്. സർക്കാർ സഹായിക്കുക, അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇവർക്ക് മുന്നിലില്ല. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.